ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മുടെ തമ്മിലും കാര്യങ്ങളും കണ്ട പോലെ തന്നെ നമുക്ക് ഇപ്പോൾ ആപ്പിളിൻ്റെ iPhone 14 നമുക്ക് നല്ല റേറ്റ് കുറഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഓഫറിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആക്ച്വലി ഒരു കൊടുത്തേക്കുന്ന അഡ്വർടൈസ്മെന്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആപ്പിൾ iPhone നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10,000 രൂപയ്ക്ക് വരെ കിട്ടുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ ഫേക്ക് സംഭവം അല്ലാതെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഫേക്ക് വെബ്സൈറ്റ് നല്ല DNA വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് അവർ ആ ഓഫർ പറഞ്ഞേക്കുന്നതെന്ന് നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം. ആക്ച്വലി ഇപ്പോൾ iPhone 14 ഇപ്പോൾ കറന്റ് ലിസ്റ്റ് ചെയ്തേക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 59,999 ആണ് ആ ഫ്ലിപ്കാർട്ട്. അതായത് അവർക്ക് ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് 10 രൂപ ഓൾമോസ്റ്റ് ഡിസ്കൗണ്ട് വന്നിട്ടാണ് ഇപ്പോൾ ഈ പ്രൈസ് വന്നേക്കുന്നത്. അതല്ലാണ്ട് നമുക്ക് ഇനി 1,250 രൂപയുടെ HDFC ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിന്റെ ഒരു ഡിസ്കൗണ്ട് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ സാധനം തന്നെ അപ്പം തന്നെ അത് നമ്മുടെ 57,749 രൂപയ്ക്ക് ഡൗൺ ആയി. ഇതിന് അഡീഷണൽ ആയിട്ട് എക്സ്ചേഞ്ച് ഓഫർ നമുക്ക് തരുന്നുണ്ട്. അതായത് 48,000 രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്കൊരു 10,000 രൂപയ്ക്ക് ഫോണിന്റെ പ്രൈസ് വരും. ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങൾ ഏത് ഫോണാണോ യൂസ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമുക്ക് പ്രൈസ് കാണിക്കുക, അത് വേറെ കാര്യം. പക്ഷെ 48,000 രൂപ എന്ന് പറയുമ്പോൾ നല്ല ഹൈ എൻഡ് ഡിവൈസ് ഒക്കെയാണ് നമുക്ക് 48,000 കിട്ടുള്ളൂ. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത, ഞാൻ റീസെന്റ് ഇപ്പൊ തന്നെ നമ്മുടെ ഈ പിക്സൽ ഞാൻ ആക്ച്വലി നമ്മുടെ ഫ്ലിപ്കാർട്ട് ത്രൂ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ പ്രൊസീജിയറും സംഭവങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒപ്പോ Reno 9 ലൈറ്റ് ആകുന്നുണ്ട്, അത് ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഈ പിക്സൽ വാങ്ങിച്ചത്. എന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ പിക്സലാണ്, നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫ്ലിപ്കാർട്ട് ത്രൂ ആണ് വാങ്ങിച്ചത്. അത്യാവശ്യം ആമസോണായിട്ടും കുറച്ചുകൂടി ഡീല് കൂടുതൽ പ്രൈസ് ഒക്കെ കാണിച്ചത് ഫ്ലിപ്കാർട്ടായിരുന്നു. ഇവരുടെ പ്രൊസീജിയർ കുറച്ച് ഹെക്ടിക് ആണ്. നമ്മൾ അതിന്റെ വീഡിയോ ഒക്കെ നമ്മുടെ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇതിന്റെ ഫ്ലിപ്കാർട്ടിന്റെ എക്സ്ചേഞ്ച് പ്രൊസീജിയർ എന്താണ്, 2024 ഒരു ചെറിയ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ കുറച്ച് പ്രൊസീജിയർ എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട് പണ്ടത്തെ കമ്പയർ ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് അറിയാം ഒരു ആപ്പ് സംഭവമൊക്കെ നോക്കിയിട്ട് ചെക്കിംഗ് ഓൾമോസ്റ്റ് നമുക്കൊരു 30 മിനിറ്റ് ഒക്കെ എടുത്തു സാധനം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വീഡിയോ കണ്ടുനോക്കാം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് സുഖമായിട്ട് ഇത് വാങ്ങിക്കാം. അപ്പൊ നിങ്ങളൊരു ഐഫോൺ വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, ബഡ്ജറ്റ് റേഞ്ചിൽ വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ iPhone 13 തന്നെയായിരിക്കും ബെറ്റർ. എന്ന് വെച്ചാൽ iPhone 13 14 നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ചെറിയതായിട്ട് അതിന്റെ പ്രൊസസ്സറിലെ കോറുകളിൽ കുറച്ച് ഡിഫറൻസ് വരുന്നതല്ലാണ്ട് നമുക്ക് ഒരു ഡിഫറൻസ് നമ്മുടെ ഈ iPhone 13 14 നമ്മളില്ല. അപ്പൊ ഞാൻ iPhone 13 ഇത്ര കാലം ഉപയോഗിക്കുന്നുണ്ട ഒരാളായിരുന്നു. അതിന്റെ വാറന്റി കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് 1.5 കൊല്ലം ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റ് നമ്മുടെ പുതിയ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഡിസ്പ്ലേ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനത് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആമസോൺ ത്രൂ ആണ് എക്സ്ചേഞ്ച് ചെയ്ത് നമ്മൾ അതിന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് 15 ആണ്. അപ്പോൾ നമ്മുടെ അതിന്റെ ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മെയിൻ ചാനൽ. എന്ന് വെച്ചാൽ ഈ ഔട്ട് ഓഫ് വാറന്റി ആയിട്ടുള്ള ആപ്പിൾ ഡിവൈസുകൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ വീഡിയോ എത്ര രൂപ കണ്ടു കേട്ടോ. പണി കിട്ടുന്ന വഴി അറിയില്ല. 23,000 രൂപയ്ക്കാണ് അതിന്റെ ഡിസ്പ്ലേക്ക് ചാർജ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 മെയിൻ ചാനൽസും കാണാത്തൊരു പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടാ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അവൈലബിൾ ആണ്. പേജ് പഠിച്ചാൽ നിങ്ങൾക്ക് അവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് banksuport.in എന്ന വെബ്സൈറ്റ് jnb.banksuport.in എന്ന വെബ്സൈറ്റിലേക്ക് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസ് ഒക്കെ അപ്ലൈ ചെയ്യാം. നമ്മുടെ റെഫറൽ ലിങ്ക് ആണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടും ചെയ്യൂട്ടാ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം. ബൈ.